ഇന്നത്തെ എൻ്റെ ഈ എപ്പിസോഡ് തുടങ്ങുന്നത് ഒരു ചോദ്യവുമായിട്ടാണ്. മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി നമ്മളുടെ ഇഷ്ടങ്ങളെ നഷ്ടപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കുമോ എന്നുള്ള ഒരു ചോദ്യം. എനിക്കറിയാം തിരിച്ച് ഒരു മറു ചോദ്യം ഉണ്ടായിരിക്കും. പിന്നെ ഇതിനൊക്കെ വേണ്ടിയിട്ടാണല്ലോ ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് ഇതൊക്കെ നേടിയെടുത്തതെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു മറു ചോദ്യം ചോദിക്കുമായിരിക്കും. പക്ഷേ ഞാൻ പറയാൻ പോകുന്ന വിഷയം ആത്മീയതയുടെ 5ാമത്തെ എപ്പിസോഡാണിത്. ഈ എപ്പിസോഡിൽ ഞാൻ പറയാൻ പോകുന്ന സ്പിരിച്വാലിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട താക്കോലാണ് ദ മാജിക് ഓഫ് സറണ്ടർ. നമുക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കാൻ സാധിക്കുമോ? മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി എനിക്ക് എന്നെ തന്നെ വിട്ടുകൊടുക്കാൻ സാധിക്കുമോ? അതാണ് സ്പിരിച്വാലിറ്റിയുടെ 5ാമത്തെ മാജിക്, ദ മാജിക് ഓഫ് സറണ്ടർ. എനിക്ക് എന്നെ തന്നെ വിട്ടുകൊടുത്ത് സ്നേഹിക്കാൻ പറ്റുമോ? മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് വിട്ടുകൊടുക്കാൻ സാധിക്കുമോ? ഇതിനൊരു ചോദ്യം ആണെങ്കിലും ഇതിനൊരു ഉദാഹരണം പറയാം. ഞാനൊരു കാടിൻ്റെ നടുക്കിലൂടെ നടക്കുകയാണ്. ചുറ്റും അപകടങ്ങൾ പതുങ്ങിയിരിക്കുന്നുണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. എങ്കിൽ പോലും ഞാൻ ആ കാടിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ സ്വർണ്ണ കളറുള്ള ഒരു കല്ല് കിട്ടുകയാണ്. ഞാനത് ഉടൻ തന്നെ ശേഖരിച്ച് എൻ്റെ ബാഗിൻ്റെ അകത്ത് വെച്ചു. അല്പം കൂടി നടന്നപ്പോൾ ഒരു മരതക കല്ല്, ഞാൻ അതും ശേഖരിച്ച് എൻ്റെ ബാഗിലിട്ടു. കുറച്ചും കൂടി മുന്നോട്ട് നടന്നപ്പോൾ നല്ല സ്വർണ്ണം നിറമുള്ള ഒരു ഇല കണ്ടു. ഞാൻ അതും ശേഖരിച്ച് എൻ്റെ ബാഗിലിട്ടു. കുറച്ചും കൂടി നടന്നപ്പോൾ ഒരു സ്വർണ്ണ തൂവൽ കിട്ടി. ഞാൻ അതും ശേഖരിച്ച് എൻ്റെ ബാഗിലിട്ടു. അങ്ങനെ ഞാൻ വീണ്ടും മുന്നോട്ട് നടക്കുകയാണ്. കാരണം ഇനി എന്തൊക്കെയോ നേടാനുണ്ട് എനിക്ക്. പക്ഷേ പെട്ടെന്നൊരു ശബ്ദം. ആ ശബ്ദം എന്നോട് പറയുകയാണ്, ഇനി മുന്നോട്ട് നടക്കണമെങ്കിൽ ആ ആദ്യം ശേഖരിച്ച ആ സ്വർണ്ണക്കല്ല് താഴെയിടണം. അല്ലെങ്കിൽ നേടിയത് നേടി പിന്തിരിഞ്ഞു പോകാം. ചോയ്സ് ഈസ് യുവേഴ്സ്. മുന്നോട്ട് പോകണോ വേണ്ടയോ? മുന്നോട്ട് പോകണമെങ്കിൽ ആദ്യത്തെ സ്വർണ്ണക്കല്ല് താഴെയിടണം. അല്പം ആലോചിച്ചെങ്കിലും ഞാനത് താഴെയിടാൻ തീരുമാനിച്ചു. പിന്നീടും ആഴത്തിലേക്ക് പോയി. വീണ്ടും ആ ശബ്ദം, ആ മരതക കല്ല് താഴെയിടാൻ. ഞാനിടാൻ തയ്യാറായി. വീണ്ടും മുന്നോട്ട് പോയപ്പോൾ ആ സ്വർണ്ണ ഇല താഴെ ഇടാൻ പറഞ്ഞു. ഞാൻ അതും താഴെയിട്ടു. ഏറ്റവും ഒടുവിലായി ആ സ്വർണ്ണ തൂവൽ താഴെയിടാൻ പറഞ്ഞു. അതും താഴെയിട്ട്. അങ്ങനെ ഞാൻ ആ കാടിൻ്റെ ആഴത്തിലേക്ക് സഞ്ചരിച്ചു. ഇതാണ് സ്പിരിച്വാലിറ്റിയുടെ ആരംഭമെന്ന് പറയുന്നത്. നമുക്ക് എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ നേടാം, ചോയ്സ് ഉണ്ട്. അത് നേടി ആ സന്തോഷ വലയത്തിൽ നമുക്ക് ജീവിക്കാം. പക്ഷേ കോവിഡിൻ്റെ സമയത്ത് നമ്മൾ വേറെന്തൊക്കെയോ ഇതുവരെ പഠിക്കാത്ത ചിലതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് മറന്നു പോകരുത്. ഒരുപാട് സമ്പത്തുണ്ട്, സമ്പാദ്യമുണ്ട്, പാരമ്പര്യമുണ്ട്, എല്ലാമുണ്ട്. എന്നിട്ടും വഴിയോരത്തിൽ ഒരു ഓക്സിജൻ പോലും ഇല്ലാതെ, ഒരു ആശുപത്രിയിൽ ബെഡ് പോലും കിട്ടാതെ മരിച്ച അനേകം പേർ, അതിലേറ്റവും കൂടുതലായിട്ട് വളരെ ഉന്നത പദവിയിലും നിലനിൽക്കുന്നവരായിരുന്നു. ഈ പാഠം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. എല്ലാം ഉണ്ടായിട്ടും മരണം എന്തായാലും നമ്മുടെ മുന്നിലുണ്ട്. ദൈവത്തിനോട് ഒരിക്കൽ നമുക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടത് തന്നെയായിട്ട് വരും. നമ്മൾ ചെയ്തു പോയ പാപങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ളതാണ് നമ്മളുടെ ജീവിതം. ഈ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ നമ്മൾ ചെയ്തു പോയ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ പല തെറ്റുകൾക്കും പരിഹാരം കണ്ടെത്താൻ നമുക്ക് സാധിക്കണം. ഈ ജീവിതം നമ്മളെ പഠിപ്പിച്ചു തരുന്ന ഏറ്റവും വലിയൊരു പാഠമാണ്. എല്ലാം നേടിക്കോ, നേടുന്നതിലൊന്നും തെറ്റില്ല. പക്ഷെ നേരായ വഴിയിൽ വേണം എന്തും നമ്മൾ നേടാൻ വേണ്ടിയിട്ട്. ദ മാജിക് ഓഫ് സറണ്ടർ. ചിലയിടത്തൊക്കെ താഴ്ന്നു കൊടുക്കേണ്ടി വരും. ചിലയിടങ്ങളിലൊക്കെ നമുക്ക് നമ്മളെ തന്നെ വിട്ടു കൊടുക്കേണ്ടി വരും. ചിലയിടങ്ങളിലൊക്കെ നമുക്ക് തോറ്റു കൊടുക്കേണ്ടി വരും. അതൊക്കെ ആത്മീയതയുടെ ഒരു പാഠങ്ങൾ തന്നെ. എന്നാൽ മാത്രമേ ആത്മീയതയുടെ ആ ആഴത്തിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. എല്ലാം ഉണ്ടായിട്ടും അഹങ്കാരിയായി ജീവിക്കുന്നതിനേക്കാൾ എല്ലാം ഉണ്ടായിട്ടും മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ എന്തൊക്കെയോ ചെയ്തു എന്ന്
വിളിച്ചു പറഞ്ഞ് ജീവിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് ഉള്ളത് കൊണ്ട് സമാധാനമായി ജീവിക്കുന്നത്. അധികമൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ഹൃദയശുദ്ധിയോടെ, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയല്ല, എന്നാൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒരു ആത്മാർത്ഥതയോടെ നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ, കാരണം നമ്മളുടെ ഹൃദയത്തെ കാണുന്ന ഒരു ദൈവം നമ്മളുടെ കൂടെയുണ്ട്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമുക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. ഏറ്റവും വിലപ്പെട്ട ഒരു ഗിഫ്റ്റ് എൻ്റെ ഫ്രണ്ടിന് കൊടുത്ത് ഏറ്റവും നല്ല സുഹൃത്ത് എന്ന പേര് നേടാം. അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് നേടുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ ചെയ്യുന്ന കാര്യം വളരെ സ്വകാര്യതയോടുകൂടി, സന്തോഷത്തോടുകൂടി, ആത്മാർത്ഥതയോടുകൂടി, ആരെയും കാണിക്കാനല്ല, വളരെ നല്ല മനസ്സോടുകൂടി, ഹൃദയശുദ്ധിയോടുകൂടി ചെയ്യുന്നൊരു പ്രവൃത്തി. ആ ഒരു പ്രവൃത്തിക്ക് 100-ൽ 100 മാർക്ക് കിട്ടും. കാരണം ചെയ്തത് വളരെ ആത്മാർത്ഥതയോടു കൂടിയാണ്, യാതൊരു എക്സ്പെക്റ്റേഷൻസും ഇല്ലാതെ. പലപ്പോഴും നമ്മൾ ചെയ്യുന്നൊരു കാര്യം ഇതാണ്. ഫ്രണ്ട്സിൻ്റെ ബർത്ത്ഡേ പാർട്ടീസിനൊക്കെ വിളിക്കുമ്പോൾ നമ്മൾ നല്ല ഗിഫ്റ്റൊക്കെ കൊണ്ട് ഫ്രണ്ടിന് കൊണ്ട് കൊടുക്കും. ഫ്രണ്ട് നല്ല ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്. പക്ഷേ ഞാൻ അറിഞ്ഞോ അറിയാതെയോ എൻ്റെ മനസ്സിൽ നടന്നൊരു വിത്തുണ്ട്, ഒരു കൊടിയ വിഷത്തിൻ്റെ വിത്ത്. എന്താണെന്നറിയോ? പ്രതീക്ഷ, എക്സ്പെക്റ്റേഷൻ. കാരണം എൻ്റെ ബർത്ത്ഡേക്കും ആ ഫ്രണ്ട് ഇതോ അല്ലെങ്കിൽ ഇതിനേക്കാളും ഭംഗിയുള്ള മറ്റൊരു ഗിഫ്റ്റുമായി വരണം. വന്നില്ലെങ്കിലോ പിന്നെ പിണക്കമായി, ദേഷ്യമായി, ആ ബന്ധം തന്നെ അത് അവസാനിച്ചു. പിന്നെ കൊടുത്ത ഗിഫ്റ്റിന് വല്ല വിലയുണ്ടോ? അതിലും ഭേദം കൊടുക്കാതെ ഇരിക്കുകയല്ലായിരുന്നോ നല്ലത്? നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും കണക്ക് ബോധിപ്പിക്കേണ്ടതാണ്. നമ്മൾ വിചാരിക്കും ഇത് മറ്റുള്ളവരൊന്നും കാണുന്നില്ലല്ലോ, അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ, മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ എന്തൊക്കെയോ നേടി, എന്തൊക്കെയോ ആയി. പക്ഷേ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക, ചെയ്ത പ്രവൃത്തി എത്ര ആത്മാർത്ഥമായിട്ടാണ് ഞാൻ ചെയ്തത്? മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്തതുകൊണ്ട് എന്ത് നേട്ടം? അതെല്ലാം താൽക്കാലികം. ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും യാതൊരു എക്സ്പെക്റ്റേഷൻസും ഇല്ലാതെ ചെയ്യാൻ സാധിക്കുമ്പോൾ അവിടെയാണ് ആത്മീയതയുടെ ദ മാജിക് ഓഫ് സറണ്ടർ എന്ന ആ ഒരു മാജിക് വർക്ക് ചെയ്യുന്നത്. ഞാൻ എന്നെ തന്നെ വളരെ താഴ്ത്തിക്കൊണ്ട്, എന്നെ തന്നെ ഞാൻ എളിമപ്പെടുത്തിക്കൊണ്ട് ഒരു നല്ല കാര്യം ചെയ്യുകയാണ്. അതാരെയും ബോധിപ്പിക്കാനല്ല, ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിച്ചിട്ടുമല്ല, ആരും ഒന്നും തരികയും വേണ്ട. പക്ഷെ ചെയ്യുന്ന പ്രവൃത്തി ആത്മാർത്ഥമായി ഹൃദയശുദ്ധിയിൽ ചെയ്യുമ്പോൾ അതിനുള്ള പുണ്യം നമുക്ക് ദൈവം തരും. അതാണ് ഞാൻ പഠിച്ച 5ാമത്തെ പാഠം. ആരെയും പ്രതീക്ഷിച്ച് നമ്മളൊന്നും ചെയ്യരുത്. അതിലും ഭേദം ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ ചെയ്യുന്നത് വളരെ ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതാരും കണ്ടില്ലെങ്കിൽ പോലും അത് ദൈവം കാണും. അത്ര ശക്തനായ ഒരു ദൈവമുണ്ട് നമ്മുടെ കൂടെ. ആ സ്നേഹം നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. അതിനുവേണ്ടി കുറച്ച് നമ്മളെ തന്നെ നഷ്ടപ്പെടുത്തിയാലും, നമുക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കേണ്ടി വന്നാലും ദുഃഖിക്കാനൊന്നുമില്ല. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു ആത്മാർത്ഥതയുണ്ടെങ്കിൽ. അത് നമ്മളെ ഒത്തിരി വേദനിപ്പിച്ചെന്ന് വരാം, നമ്മൾ ഒരുപാട് കരഞ്ഞേക്കാം, സങ്കടം വന്നേക്കാം. പക്ഷേ ദൈവം കാണുന്നുണ്ടല്ലോ. ഇതെല്ലാം നമ്മൾക്ക് വേണ്ടിയിട്ടല്ലല്ലോ ചെയ്യുന്നത്, മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടിയല്ലേ. അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മളെ അല്പം താഴ്ത്തുന്നത് കൊണ്ട് എന്ത് നഷ്ടമാണുള്ളത്? നമ്മുടെയൊക്കെ കുടുംബ ബന്ധത്തിൽ ചിന്തിക്കേണ്ട വളരെ ആഴമുള്ളൊരു ചോദ്യമാണ്. കുടുംബ ബന്ധത്തിൽ മാത്രമല്ല, ഏത് ബന്ധം എടുത്താലും ഒന്ന് വിട്ടുകൊടുത്താൽ അവസാനിക്കാവുന്ന പിണക്കമേ ഉള്ളൂ.
ഏത് ബന്ധത്തിലായാൽ പോലും ഒരു മാപ്പ് പറഞ്ഞാൽ അവസാനിക്കാവുന്ന പിണക്കമേ ഉള്ളൂ. അതിനപ്പുറം ഒരു പിണക്കവും നീളരുത്. എത്ര കഠിനമായ വഴക്കാണെങ്കിൽ പോലും അത് അവസാനിപ്പിക്കണമെന്ന ചിന്തയിലായിരിക്കണം രണ്ടു കൂട്ടരും. അതൊരു മാപ്പ് പറഞ്ഞാൽ അവസാനിക്കുമെങ്കിൽ അത് അവസാനിപ്പിക്കണം. അവിടെ താഴുന്നതുകൊണ്ട് ഒരു നഷ്ടവും നമുക്ക് വരാൻ പോകുന്നില്ല. കാരണം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ആത്മാർത്ഥതയിൽ ചെയ്യുന്നതാണെങ്കിൽ മറ്റേ വ്യക്തി നമ്മളോട് പിണക്കമായിരിക്കാം, പക്ഷേ ഞാൻ ചെയ്യുന്നുണ്ടോ, ഞാൻ എന്നെ തന്നെ നഷ്ടപ്പെടുത്താൻ തയ്യാറാകുന്നുണ്ടോ ആ സുഹൃത്തിനു വേണ്ടി, ആ ബന്ധത്തിനു വേണ്ടി, ആ വ്യക്തിക്ക് വേണ്ടി? ദൈവം കാണും. ആ വ്യക്തി എന്നെ ശിക്ഷിക്കുമായിരിക്കാം, ആ വ്യക്തി എന്നെ വെറുക്കുമായിരിക്കാം, ആ വ്യക്തി എന്നെ തല്ലുമായിരിക്കാം. അതൊന്നൊരു പ്രശ്നമല്ല. പക്ഷെ ഞാൻ എന്നെ നഷ്ടപ്പെടുത്താൻ തയ്യാറാകുന്നുണ്ടോ? ദൈവം കാണും. അത്രയും ആലോചിച്ചാൽ മതി. അതിൽ കൂടുതലൊന്നും ആലോചിക്കാനില്ല. ഒന്നും നമ്മളെ അല്പം നേരത്തേക്ക് താഴ്ത്തിയതുകൊണ്ട് ഒരു നഷ്ടവും വരാൻ പോകുന്നില്ല. ജീവിതത്തിൽ പഠിക്കേണ്ട ഒരു ചെറിയ പാഠമെന്ന് തോന്നുമെങ്കിലും ഇതിന് ഒരുപാട് ആഴത്തിലുള്ള ഒരർത്ഥമുണ്ട്. നമുക്ക് നമ്മളെ വിട്ടുകൊടുക്കാൻ സാധിക്കണം. നമുക്ക് നമ്മളെ തന്നെ താഴ്ത്താൻ സാധിക്കണം. നമുക്ക് നമ്മളെ തന്നെ നഷ്ടപ്പെടുത്താൻ സാധിക്കണം. അങ്ങനെ സാധിച്ചാൽ ഒരുപക്ഷെ ഒരുപാട് ബന്ധങ്ങളെ നമുക്ക് കൂട്ടിയോജിപ്പിക്കാൻ സാധിക്കും. ഒരുപക്ഷെ സാധിച്ചില്ലെങ്കിൽ പോലും ഞാൻ ചെയ്തോ എന്നതാണ് ചോദ്യം. ഞാൻ എന്നെ താഴ്ത്താൻ അല്ലെങ്കിൽ എന്നെ വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറായോ? ഈ ചോദ്യം ഒരു അശരീരി പോലെ നമ്മളുടെ മനസ്സിൽ കിടക്കണം. ഞാൻ എന്നെ വിട്ടുകൊടുക്കാൻ തയ്യാറാണോ? ഇതായിരിക്കണം നമ്മളുടെ ചിന്താ വിഷയം.